കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിലെ മുഴുവൻ പാതയോരങ്ങളും ചെടികൾ വെച്ച് മനോഹരമാക്കും. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ പാതയോരങ്ങളിൽ ചെടികൾ വെക്കുന്നതിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിക്കും. കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിലെ മുഴുവൻ പാതയോരങ്ങളും ചെടികൾ വെച്ച് മനോഹരമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു. ഇതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഉടൻ നടക്കും. ഇതിന്റെ തുടർച്ചയായി ടൗണിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ചെടികൾ വെച്ച് മനോഹരമാക്കണമെന്നാണ് നഗരസഭയുടെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫെബ്രുവരി 24-ാം തീയതി നാളെ 9:30 മണിക്ക് ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പൂച്ചെടികൾ വയ്ക്കുകയാണ്. അത് കായംകുളം നഗരസഭയുടെ മുൻഭാഗത്താണ് നമ്മൾ പൂച്ചെടികൾ വെക്കുന്നത്. അതെല്ലാം തന്നെ കൈവരികളിൽ ഫിക്സ് ചെയ്തിട്ടാണ് പൂച്ചെടികൾ വെക്കുന്നത്. നമ്മൾ കായംകുളം പട്ടണത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പരിപാടികൾ നമ്മൾ നടപ്പാക്കി കഴിഞ്ഞു. നമുക്കറിയാം, പട്ടണത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അവിടെ നല്ല ചെടികൾ വെച്ച് പിടിപ്പിക്കുക, അവിടെ ഇപ്പോൾ മാലിന്യങ്ങൾ ഇടാതിരിക്കുകയും ചെയ്യുകയാണ്. മാലിന്യങ്ങൾ കൂടുതലായി ഇടുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ നഗരസഭ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സ്കൂളിൻ്റെ മതിലുകളെല്ലാം തന്നെ നല്ല മാലിന്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചുവർച്ചിത്രങ്ങളും അതിൻ്റെ സന്ദേശങ്ങളും അടക്കം നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ ചുവരുകളിലും എല്ലാം തന്നെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളടക്കം നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ ഇതേപോലെ തന്നെ സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൂച്ചെടികൾ വെക്കുന്നതിനും അതിനോടൊപ്പം തന്നെ പട്ടണത്തിലെ വ്യാപാരി വ്യവസായികളെ കൂടെ അവരോട് ആലോചിച്ച് അവരുമായിട്ട് സംയുക്തമായിട്ട് മറ്റ് പ്രദേശങ്ങളിലും പൂച്ചെടികൾ വെക്കാനാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, 100 വർഷം തികഞ്ഞ നഗരസഭയാണ്. നഗരസഭയിൽ ഒട്ടനവധി മാലിന്യമുക്തമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി പരിപാടികൾ മെഗാ യജ്ഞം അടക്കം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനോട് എടുത്തു പറയാവുന്നതാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് നമുക്കിവിടെ ഒരു ദിവസം വരികയും നമ്മുടെ പട്ടണത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നഗരസഭ കൗൺസിലർമാരടക്കം ഇൻഡോ ടിബറ്റൻ ബോർഡറുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പരിപാടികളാണ് നമ്മൾ ഇതുമായിട്ട് ചെയ്യുന്നത്. 2024 മാർച്ച് 31 മുമ്പായിട്ട് തന്നെ പട്ടണത്തെ മാലിന്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ പല ഭാഗങ്ങളിൽ നമ്മൾ തുമ്പൂർ മഴികൾ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ വയ്ക്കുന്നതിന് വേണ്ടി എല്ലാ വാർഡിലും മിനി MCF വെക്കുന്നു. നമ്മുടെ പ്ലാന്റിൻ്റെ പണി ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിലെല്ലാം തന്നെ പട്ടണത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാലിന്യമുക്തമാക്കാനുള്ള എല്ലാ തീവ്രയജ്ഞ പരിപാടിയിലാണ് കായംകുളം നഗരസഭ. മാലിന്യവിമുക്ത കായംകുളം, സുന്ദര കായംകുളം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് കായംകുളം നഗരസഭ ഭരണ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ നഗരസൗന്ദര്യവൽക്കരണത്തിലാണ് നഗരസഭ ഇപ്പോൾ. ഇതുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ പരിസ്ഥിതിയെ മലിനപ്പെടുത്താതിരിക്കുന്നതിനും ഉള്ള ചിത്രങ്ങൾ, കാരിക്കേച്ചർ, ജൈവ അജൈവ മാലിന്യങ്ങളെ വേർതിരിക്കുന്ന ചിത്രങ്ങൾ തുടങ്ങിയവ നഗരത്തിൻ്റെ വിവിധ ചുറ്റുമതിലുകളിൽ നമ്മൾ വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ഇതിനോടകം തന്നെ ഇതിന് ആരംഭം കുറിക്കുകയാണ്. ഇതിൽ കൂടി നമ്മുടെ കായംകുളം നഗരസഭയെ മാലിന്യവിമുക്ത പട്ടണമാക്കി തീർക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് മുൻപായി തന്നെ നഗരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന കേന്ദ്രങ്ങളിൽ മുഴുവൻ ശുചീകരണം നടത്തി അവിടെയെല്ലാം തന്നെ ചെടികൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിരുന്നു. ഈ പ്രദേശങ്ങളിൽ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന സാഹചര്യമില്ല എന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ മെഗാ ശുചീകരണ യജ്ഞമടക്കം നിരവധി പരിപാടികൾ നഗരസഭ ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. നഗരസഭ രൂപം കൊണ്ടിട്ട് 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. നഗരസഭ ശതാബ്ദി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നഗരത്തെ സൗന്ദര്യവൽക്കരിക്കാൻ കഴിയണമെന്നാണ് നഗരസഭ ലക്ഷ്യം വെക്കുന്നത്. ആദ്യഘട്ടമായി നഗരസഭയുടെ മുൻവശമുള്ള ബോയ്സ് ഹൈസ്കൂളിന്റെ മതിലുകൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. കൈവരികളിൽ
ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് ചെടികൾ നടുകയും ടൗണിലെ മറ്റ് പാതകൾ സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യുന്നതിനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. പാതയോരങ്ങളിൽ ചെടികൾ വെച്ച് സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 9:30 മണിക്ക് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA നിർവഹിക്കും. ചടങ്ങിൽ നഗരസഭാ അംഗങ്ങൾ, മുൻ ചെയർമാൻമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ, സാമൂഹ്യ സന്നദ്ധ മേഖലയിലെ പ്രവർത്തകർ, നഗരസഭാ ജീവനക്കാർ, സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കും. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫസന ഹബീബ്, മായാദേവി, PS സുൽഫിക്കർ, കൗൺസിലർമാരായ അഖിൽകുമാർ, ഷെമിമോൾ, അമ്പിളി ഹരികുമാർ, രഞ്ജിതം, സുമി അജീർ, ബിനു അശോക്, സൂര്യ ബിജു, ഗംഗാദേവി, വിജയശ്രീ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.